ആഭ്യന്തരമന്ത്രി അമിത്ഷാ കശ്മീരിൽ ഉണ്ട്. അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. സൈന്യവും ജമ്മുകശ്മീർ പോലീസും ചേർന്ന് ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണ്. പി ബസന്താണ് വിവരങ്ങളുമായി ഈ മണിക്കൂറിൽ നമുക്കൊപ്പം ഉള്ളത്. ബസന്ത്, ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് അവിടെ നിന്ന്? രതീഷ്, ഇന്ന് 2:45 പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇപ്പോൾ 28 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. നിരവധി പേർ ഗുരുതര പരിക്കുകളോടെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുമാണ്. ഇന്ന് ഉണ്ടായ ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അല്പസമയത്തിന് മുമ്പ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലെത്തിയിട്ടുണ്ട്. ഉന്നതതല സുരക്ഷാ യോഗം അല്പസമയത്തിനുള്ളിൽ തന്നെ ശ്രീനഗറിൽ ചേരും. ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും അദ്ദേഹത്തോടൊപ്പമുണ്ട്. നോർത്തേൺ ആർമിയുടെ കമാൻഡറും ശ്രീനഗറിൽ എത്തുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ശക്തമായ തിരിച്ചടി വേണം എന്നുള്ളൊരു വലിയ സമ്മർദ്ദം സർക്കാരിന് മേലിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഈ സംഭവത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള വിഷയവും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ പരിശോധനയിൽ വരുന്നുണ്ട്. ജമ്മു കാശ്മീരിൻ്റെ DGP ആയിട്ടുള്ള നളിൻ പ്രഭാതാണ് ഇപ്പോൾ DGP ആയിട്ടുള്ളത്. 2010 ദണ്ഡേവാഡയിൽ CRPFകാർക്ക് നേരെ ഉണ്ടായ അതിഭീകരമായ ആക്രമണത്തിൽ അന്ന് 60ഓളം CRPFകാർ കൊല്ലപ്പെട്ടിരുന്നു. അന്നും ഇദ്ദേഹത്തിനായിരുന്നു CRPFന്റെ ചുമതല. അവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. ആന്ധ്രാപ്രദേശ് കേഡർ ഉദ്യോഗസ്ഥനായ നളിൻ പ്രഭാതിന് നേരെ അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യമുണ്ടായിരുന്നു. പഹൽഗാമിൽ ഇന്ന് ഏകദേശം 2000ഓളം വിനോദസഞ്ചാരികൾ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പോയിന്റാണല്ലോ, സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 2019 ശേഷം അങ്ങനെ വലിയ ഭീകരാക്രമണങ്ങൾക്ക് രാജ്യം ഇതുവരെയും സാക്ഷ്യം വഹിക്കാതിരിക്കുന്നതിനിടയിൽ പോയിന്റ് ബ്ലാങ്കിൽ ജനങ്ങളെ വെടിവെച്ച് കൊല്ലുക, അവിടെ വന്ന സാധാരണ സഞ്ചാരികളായ ആളുകളെ വെടിവെച്ച് കൊല്ലുക, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, അവിടുത്തെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട അത്തരം ചർച്ചകളിലേക്കും അത്തരം വിശദമായ അന്വേഷണത്തിലേക്കും പോയിട്ടുണ്ടോ? സൈനിക വൃത്തങ്ങൾ ഔദ്യോഗികമായി, കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി എന്തെങ്കിലും വിവരങ്ങൾ പുതുതായി പങ്കുവയ്ക്കുന്നുണ്ടോ ഈ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ? രതീഷ്, ഈ പെഹൽഗാമിലെ ഈ ഭൂപ്രദേശത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കാരണം ഈ ബൈസറൻ മേഖല അല്ലെങ്കിൽ വാലി എന്ന് പറയുന്ന താഴ്വര എന്ന് പറയുന്നത് ഈ പുൽമേടുകൾ നിറഞ്ഞ ഈ സ്ഥലത്തേക്ക് നിങ്ങൾ കാൽനടയായി മാത്രമേ പോകാൻ കഴിയുള്ളൂ, ഇല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോകണം. അത്രത്തോളം ദുർഘടമായ ഒരു സ്ഥലത്ത് ടൂറിസ്റ്റ് റിസോർട്ടുകളുള്ള ഒരു മേഖലയിൽ സുരക്ഷാ സന്നാഹങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇതൊരു വനമേഖല കൂടിയാണ്. അപ്പോൾ അത്തരം ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റത്തിന് സാധ്യതയുള്ള അതിർത്തി കടന്ന് ഭീകരർ വരാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലത്ത് സുരക്ഷാ സന്നാഹങ്ങൾ കൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു സന്നാഹം അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ പരിശോധനയിൽ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. ഈ സംഭവം നടക്കുന്നത് തന്നെ 2:45 ഈ സംഭവം നടക്കുന്നത് ഒരു വെടിയേറ്റ ഒരാളുടെ ഭാര്യ ജമ്മു കാശ്മീർ പോലീസിന്റെ കൺട്രോൾ റൂമിൽ വിളിച്ചു പറയുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലൊരു സംഭവം അവിടെ നടന്നു എന്ന് പുറം ലോകം അറിയുന്നതും. ആ നിമിഷമാണ് കാശ്മീർ പോലീസും അതോടൊപ്പം തന്നെ സുരക്ഷാ അല്ലെങ്കിൽ സേനയും കരസേനയും ഈ ഭാഗത്തേക്ക് പോകുന്നത്. ആദ്യം വന്ന വിഷ്വലുകളിൽ നിന്നും ANIയിലും മറ്റ് ഏജൻസികളിലും വന്ന വിഷ്വലിൽ നിന്നും ഒരു കാര്യം ഉറപ്പാണ്, സേനാ അംഗങ്ങൾ ഒരു പാലം കടന്ന് ഓടുന്ന ഒരു ദൃശ്യമാണുള്ളത്. അപ്പോൾ ഈ മേഖലയിൽ എത്തിപ്പെടാൻ വലിയ ദുർഘടം പിടിച്ച ഒരു മേഖലയാണ്. അപ്പോൾ അവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു പാട് ആദ്യം ഉണ്ടായിരുന്നു. ഏകദേശം 4 മണിയോട് കൂടിയാണ് പുറം ലോകത്ത്, അതായത് ജമ്മു കാശ്മീരിന്റെ പുറത്തേക്ക് ഇത്തരം വാർത്തകൾ വരുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു ഭീകരാക്രമണം ഉണ്ടായി എന്നുള്ളതും നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ളതും അറിയാൻ വലിയ സമയമെടുത്താണ്. 2:45 അവിടെ ഒരു ആക്രമണം ഉണ്ടായെങ്കിൽ ആ വിവരങ്ങൾ പുറത്തേക്കൊന്ന് വലിയ സമയമെടുത്താണ്. ഇപ്പോൾ വൈകിട്ടോടുകൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും രാഷ്ട്രപതിയുടെ അനുശോചനമൊക്കെ വരുന്നതിന് തൊട്ട് മുൻപുമൊക്കെയാണ് ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടു എന്ന ഗൗരവതരമായ നിലയിലേക്ക് ഈ വാർത്തകളുടെ ഗൗരവം ആകെ മാറുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊക്കെ പ്രതികരണങ്ങൾ വരുന്നത് ഭീകരതയ്ക്കെതിരെ വലിയ ശക്തമായ പ്രതിരോധം, അത് രാഷ്ട്രീയ വ്യത്യാസമില്ല, നമ്മളെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് നമ്മളെല്ലാവരും അവകാശപ്പെടുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായത്. വിനോദസഞ്ചാരികൾ വരുന്ന ടൂറിസം സീസൺ ആയതുകൊണ്ട് ഇത്തരം പോസ്റ്റുകൾ ഇത്തരം കേന്ദ്രങ്ങളിൽ അങ്ങനെ വലിയ തോതിലുള്ള സുരക്ഷാ സന്നാഹം ഉണ്ടായിരുന്നില്ല എന്നൊരു തോന്നലുണ്ടോ? ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം NIA ഉൾപ്പെടെ ഏത് തരത്തിലാണ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്? രതീഷ്, ഇതിലിപ്പോൾ പ്രാഥമികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അവിടെ ഒരു തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നു. അതായത് ഇപ്പോൾ അവിടെ ഒരു ഈ ഭീകരരെ കണ്ടെത്തുന്നതിനും അവരെ ഇല്ലായ്മ ചെയ്യുന്നതിനുമുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. NIAയുടെ അന്വേഷണമൊക്കെ പിന്നീട് വരുന്നതാണ്. ഭീകര ഒരു പ്രവർത്തനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അന്വേഷണം NIAക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ NIA ഈ കേസുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നത് പിന്നീട് ഒരു ഘട്ടത്തിൽ മാത്രമാണ്. ഇപ്പോൾ അവിടെ ഈ ഭീകരരെ കണ്ടെത്തുക, അവരെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ള ആ നടപടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. സേന അവിടെ വലിയ തോതിൽ വിന്യസിച്ചിട്ടുണ്ട്.
പഹൽഗാമിലെ മറ്റ് മേഖലകളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെയാണ് ഇപ്പോൾ ഒഴിപ്പിക്കുന്നത്. പൂർണ്ണമായും അവിടെയുള്ള എല്ലാ വിനോദസഞ്ചാരികളെയും അവിടെ നിന്ന് മാറ്റുന്ന ഒരു നടപടിക്രമങ്ങളിലേക്ക് വൈകിട്ടോടുകൂടി തന്നെ ആരംഭിച്ചിരിക്കുന്നു. അവരെല്ലാവരെയും തന്നെ ശ്രീനഗറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിൽ രണ്ട് കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മറ്റെല്ലാം നമ്മൾ ഇതിനെതിരെ ശക്തമായി തിരിച്ചടിക്കണം. അവിടെ നടന്നിരിക്കുന്നത് ഏറ്റവും അതിക്രൂരമായ ഒരു ആക്രമണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ സിവിലിയൻസിന് നേരെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അപ്പോഴും അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത്തരം ഒരു മേഖലയിൽ, അല്ലെങ്കിൽ ഒരു ടൂറിസം സീസൺ തുടങ്ങിയിരിക്കുന്ന ഒരു മേഖലയിൽ, വേനൽക്കാലം തുടങ്ങിയിരിക്കുന്നു, മഞ്ഞ് ഉരുകി തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അവിടെ വിനോദസഞ്ചാരികൾ വലിയ തോതിൽ കഴിഞ്ഞ 2-3 കൊല്ലമായി വരുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ പെഹൽഗാം പോലെ, അല്ലെങ്കിൽ ഈ ബൈസറൻ വാലി, അല്ലെങ്കിൽ ആ താഴ്വരയിൽ പോലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വനമേഖലയ്ക്കുള്ളിലുള്ള ഈ ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ ഒരു തരത്തിലും ഭീകരർക്ക് മാപ്പില്ല. രാജ്യം പല ഘട്ടങ്ങളിലും ഭീകരതയെ വലിയ തോതിൽ എതിർത്ത് തോൽപ്പിച്ചിട്ടുണ്ട്.